റെയിൽവേ എക്സാം എന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സാമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം RPF വളരെ സിമ്പിളാണെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ സിമ്പിളാണെന്ന് പറഞ്ഞ RPF 100 ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ, 4 മണിക്കൂർ വെച്ച് ഡെയിലി നിങ്ങൾ എനിക്ക് തരാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളെ ഞാൻ എന്തായിരിക്കും RPF എന്നുള്ള നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ 2 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തറവാണോ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാം. ഇതുപോലെ പല പല ട്രിക്സുകളുണ്ട്. ഇതാണ് നിങ്ങളെ ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ എന്ത് ചെയ്യും, കാൽക്കുലേഷൻ സ്പീഡ് ഞങ്ങൾ ഇൻക്രീസ് ചെയ്യും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാത്ത ഒരാൾ പോലും എക്സാം ക്രാക്ക് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് സ്പീഡില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്സ് എന്താണ്, ആ വീക്ക് ഏരിയ ഇമ്പ്രൂവ് ചെയ്യാതെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കഴിഞ്ഞ എക്സാമുകൾ നിങ്ങൾ തോറ്റ പോലെ എന്താ ഈ എക്സാം തോക്കും. ഹായ്, എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകളും അതുപോലെ ഓൺലൈൻ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ പറ്റായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് കുട്ടികൾ കാത്തിരുന്ന ഒരു എക്സാമാണ് RPFൻ്റെ എക്സാം. നമുക്കറിയാം 2019 നോട്ടിഫിക്കേഷൻ വന്ന ഏകദേശം 6 വർഷമാകാൻ പോകുന്നു. അതിനുശേഷമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിരവധി വേക്കൻസികളുണ്ട്. അപ്പോൾ റെയിൽവേ എക്സാം എന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സാമാണ്. ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളാണ് നമുക്കിടയിലുള്ളത്. GD എക്സാമിന് നിരവധി ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. അതുപോലെ കേരള PSCയുടെ CPO നിരവധി ഉദ്യോഗാർത്ഥികളാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം RPF വളരെ സിമ്പിളാണെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ സിമ്പിളാന്ന് പറഞ്ഞ RPF നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. കാരണം GD സ്റ്റുഡൻസിനും അതുപോലെ CPO സ്റ്റുഡൻസിനൊക്കെ എന്തായിരുന്നു ഏറ്റവും ടഫായിട്ട് ഇന്നൊരു മേഖലയാണ് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് അല്ലേ. പക്ഷെ RPFലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഏത് വരുന്നത്, RPF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ആരും കളയരുതെന്നാണ് ഞാൻ പറയാനുള്ളത്. നല്ലപോലെ വിനിയോഗിക്കുക. ഇനി നമ്മുടെ മുന്നിലുള്ള ഏകദേശം എന്താണ് 3-4 മാസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുന്ന ഞാൻ വിചാരിക്കുന്നു. 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കരുതും. അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യണം. കാരണം സൈറ്റുകളൊക്കെ ജാമാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇപ്പം തന്നെ തുടങ്ങുക. ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം റെയിൽവേ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും. അപ്പോൾ ഈ ടൈം നമ്മൾ നല്ലപോലെ യൂസ് ചെയ്താൽ, നിങ്ങൾ 4-5 മാസം നല്ലപോലെ യൂസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിഫോം പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ GD എക്സാമും വരുന്നുണ്ട് ഈ വർഷം അവസാനം തന്നെ അല്ലേ. അപ്പോൾ തന്നെയാണ് 2 എക്സാമുകളും ഏകദേശം അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഒറ്റ പഠിത്തം പഠിച്ചാൽ നിങ്ങൾക്ക് 2 യൂണിഫോം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് പ്രിപ്പയർ ചെയ്യാം. ഏതാണ് നമ്മുടെ റെയിൽവേ RPFും അതുപോലെ എന്താണ് SSGD ഒരുമിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഒരു 100 ഡേയ്സ് ഒരു ടാർഗറ്റ് RPF എന്ന ബാച്ച്, എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 ഡേയ്സ് ചാലഞ്ച്. അത് 100 ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ, 4 മണിക്കൂർ വെച്ച് ഡെയിലി നിങ്ങൾ എനിക്ക് തരാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളെ ഞാൻ എന്തായിരിക്കും RPF എന്നുള്ള നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും റോംബസ്. അപ്പോൾ അതിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ല RPF ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 100 ഡേയ്സ് എന്താണ് ക്രാഷ് കോഴ്സ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിന് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങൾ ഇനി വരുന്ന RPF എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പല കുട്ടികൾക്കും അറിയില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. ഒരുപാട് പേരെന്താണ് നമ്മുടെ ഈ ബുക്സുകളൊക്കെ വാങ്ങി പ്രിപ്പയർ ചെയ്യാൻ നോക്കും. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കൺവെൻഷണൽ വേയിലായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് 4 മാസം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ GD എക്സാമിനൊക്കെ നിരവധി പേര് എന്താണ് നമ്മുടെ കോഴ്സ് ചേരാത്തവരുണ്ടായിരുന്നു. അവരിപ്പോൾ വീണ്ടും വന്ന് RPFിലേക്ക് ജോയിൻ ചെയ്തേക്കാണ്. ഞാൻ അവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്തിനാണ് നിങ്ങൾ ആ GDയുടെ ഒരു ഓഫർ നിങ്ങൾ കളഞ്ഞത്? 1 വർഷമാണ് കളഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൈമിന് നല്ലൊരു വാല്യൂ ഉണ്ട്. ആ ടൈം കളയാതിരിക്കുക. അവസരങ്ങൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്ന് എങ്ങനെ നമുക്ക് RPFന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് RPF എക്സാമിനെ കുറിച്ച് ഒന്ന് നോക്കിക്കളയാം. എന്താണ് RPF എക്സാം എന്നുള്ള സിലബസ് നോക്കാം. നേരത്തെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്സ് 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് റേസ് ആയി 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 35 മാർക്ക്. പിന്നെ GK ആണ് 50 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 120 നമ്മുടെ എന്താ പറയുന്നത് എക്സാം നടക്കുന്നത്. ഈ 120 റാങ്ക് ബേക്ക് എന്ന് പറഞ്ഞാൽ ഈ 70 മാർക്ക്, അതായത് റീസണിങ്ങും മാത്സ്. ഈ 2 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തറവാണോ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാം. ഞാൻ പറയുന്നു, ഈ 100 ക്രാഷ് കോഴ്സിൽ 100 ചലഞ്ചുള്ള ക്രാഷ് കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നവർക്ക്
മാത്സും റീസണിങ്ങിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 30+ മാർക്ക് ഞാൻ അഷ്യൂട്ട് ചെയ്യും, രണ്ടിനും 30+ മാർക്ക്. അതെങ്ങനെ സിമ്പിളായിട്ട് വാങ്ങിക്കാം, അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പറയുന്നത് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ പലർക്കും ഉണ്ടാവും, സ്പീഡില്ലാത്ത ആൾക്കാരുണ്ടാവും, മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഒരുപാട് ടൈം എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് ആവശ്യം എന്താണ്, അവരുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ബാച്ചിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെ എന്താണ്, സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നോക്കാം, നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പല എക്സാമുകൾ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, നിങ്ങൾ എത്ര ടൈമാണ് കാൽക്കുലേഷനിൽ പോയെന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ്റെ ഇടയ്ക്ക്, ഒരു പ്രോബ്ലത്തിന് കാൽക്കുലേഷൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വന്നു അല്ലേ, ഇൻറ്റു 2648 ഇൻറ്റു 0.005 എന്ന് പറഞ്ഞു വന്നു. ഇങ്ങനെ വരുമ്പോൾ പല കുട്ടികളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2648 ഇൻറ്റു എന്ത് ചെയ്യും, 0.005 കൊണ്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ അടിക്കാൻ നോക്കും. ഇത് ഒരുപാട് ടൈം എടുക്കും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താനായിട്ട് അല്ലേ. പക്ഷെ ഞാൻ പറയുന്നു, ഇത് പെന്ന് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ അതിലേക്ക് കുറേ ട്രിക്സുകളുണ്ട്. ഈ ഏതൊരു നമ്പറിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഈവൻ നമ്പറാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക. പകുതി വെച്ച് ഏതാണ്, ഈ 2ന്റെ പകുതി എത്രയാണ്, 1. 6ന്റെ പകുതി എത്രയാണ്, 3. 4ന്റെ പകുതി 2. 8ന്റെ പകുതി 4. ഓക്കെ, ആദ്യമേ പകുതി എടുത്തില്ല. അതിൻ്റെ 2ന്റെ പകുതി 1, 6ന്റെ പകുതി 3, 4ന്റെ പകുതി 2, 8ന്റെ പകുതി 4. ഇനി ഇവിടെ നോക്കുക, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്, 1, 2, 3 ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 2 ഡിജിറ്റ് കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയും 13.24 ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നിങ്ങൾ ഇത്ര സ്റ്റെപ്സ് ഒക്കെ എഴുതി ഇതിൻ്റെ ആൻസർ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രിക്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എത്ര ഡെസിമൽസ് ഉണ്ടോ ഇവിടെ, അതിൻ്റെ ഒരെണ്ണം കുറച്ചിട്ടാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ അടുത്ത നിങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒന്ന് നോക്കിയേ. ഇതെന്ത് ചെയ്യാൻ പറ്റും, 4682 ഇൻറ്റു 0.0005 അങ്ങനെ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4, 2ന്റെ പകുതി 1. ഇവിടെ 1, 2, 3, 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എത്രയാ, ഇവിടെ 3 ഡിജിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. അപ്പോൾ എത്രയായി, 2.3411. ഇത്രയുള്ളന്നേ, ഇത്രയല്ല കാൽക്കുലേഷൻ. ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്. ഇതുപോലെ ഓരോന്ന് ഇപ്പം 5 വെച്ച് വരുന്നതാണ്. ഇതുപോലെ പല ട്രിക്സുകളുണ്ട്. ഇതാണ് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, കാൽക്കുലേഷൻ സ്പീഡ് ഞങ്ങൾ ഇൻക്രീസ് ചെയ്യും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു മൈനസിലൂടെ ഞാൻ എടുക്കുമെന്ന് കേട്ടെ, ഇപ്പം 7000 നിന്ന് 354 കുറക്കണം. പലരും പെന്നൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, 7000 അല്ലേ, -354 ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കും. ഇത് കൺവെൻഷണൽ വേ ആണ്, നമ്മൾ സ്കൂളിൽ പഠിച്ച മെത്തേഡാണ്. ഇതെല്ലാം നമ്മൾ എക്സാമിന് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ട്രിക്സാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് 7000. അപ്പോൾ 7ൽ നിന്ന് 1 കുറക്കുക. 7ൽ നിന്ന് 1 കുറച്ചാൽ എത്രയായി, 6. പിന്നെ നോക്കേണ്ടത് ഈ 3ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും നോക്കുക. 3ന്റെ കൂടെ ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്നത്, 6. അപ്പോൾ വീണ്ടും ഇതാ 5ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും നോക്കുക. 5ന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 9, അപ്പോൾ 4. അവസാനത്തിന്റെ അക്കത്തിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും നോക്കുക. അപ്പോൾ എത്ര, 4ന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്, 6646. ഇത്രയേ ഉള്ളൂ. അതായത് ലാസ്റ്റ് ഡിജിറ്റിന്റെ മാത്രം 10 കിട്ടും നോക്കുക. ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. ബാക്കിയുള്ള ഡിജിറ്റ് എത്രയാണ്, 9 കിട്ടാൻ വേണ്ടി ഏത് നമ്പർ ഡിജിറ്റ് ആഡ് ചെയ്യാൻ നോക്കുക. ഇവിടെ എന്താ, 7ൽ നിന്ന് 1 കുറച്ചോ, ആദ്യത്തെ 6 ഇട്ട്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ പല ട്രിക്സുകളാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാച്ചിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. കാൽക്കുലേഷൻ സ്പീഡിൽ ഇൻക്രീസ് ചെയ്യാത്ത ഒരാൾ പോലും എക്സാം ക്രാക്ക് ചെയ്യത്തില്ല എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് സ്പീഡില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്സ് എന്താണ്, ബിൽഡ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നല്ലൊരു അടിത്തറ ബിൽഡ് ചെയ്തെടുക്കുക. അതാണ് എന്ത്, കാൽക്കുലേഷൻ സ്പീഡ്. ഓക്കെ, ഇനി അടുത്ത ഞങ്ങൾ ഈ ബാച്ച് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ്. നിങ്ങൾക്കറിയാം, റോംബസിന്റെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്കറിയാം. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. റോംബസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഞാൻ പറയുന്നു, റെയിൽവേക്കും SSCക്കും വേണ്ടി ഏറ്റവും നല്ല ക്ലാസ്സിൽ കൊടുക്കുന്നത് റോംബസ് ആണ് അല്ലേ. നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ നോക്കിയറിയാം, ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളിലും മാത്സ് ക്ലാസ്സിലൊക്കെ എന്താ നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ്. മറ്റാരും പഠിപ്പിക്കാത്ത ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതായത് ഈ പെന്ന് ഉപയോഗിക്കാതെ ഇങ്ങനെ ആൻസർ കണ്ടെത്താം, അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ റോംബസ് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തേക്കാണ്. കഴിഞ്ഞ RPF ക്വസ്റ്റ്യൻസ് എടുത്തേക്കാണ്. RPF കോൺസ്റ്റബിൾ 2019 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കാം, ഇവിടെ എന്താ ദി റേഷ്യോ പെർസെൻറ്റേജ് ഓഫ് X and Y ഈസ് എത്രയാണ്, 3:4 എന്നാണ്.
5 years ago the ratio of their age is 5:7, then what is the present age of 5? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിരിക്കട്ടെ. ഇങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ആദ്യമേ കൺവെൻഷണൽ വേയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളും എങ്ങനെ പഠിപ്പിക്കുന്നത് നോക്കാം. നിങ്ങൾ ബുക്കിൽ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. സാധാരണ ചെയ്യുന്നത് എന്താണ്, കൺവെൻഷണൽ വേ നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. ആദ്യമേ പ്രസന്റ് ഏജ് ഓഫ് എക്സ് എന്തായിരിക്കും, 3x എന്ന് എടുക്കും. കാരണം 3:4 എന്ന് പറഞ്ഞിട്ടുണ്ട്. 3യും മറ്റെന്തായിരിക്കും, y എന്തായിരിക്കും, 4x എന്ന് എടുക്കും, 4 എന്ന് എടുക്കും. പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് റേഷ്യോ എത്രയാ, 5:4 എന്ന് പറയും. അപ്പോഴത്തേക്കും 3x 5 വർഷം മുമ്പ്, അപ്പോൾ 3x - 5 4x - 5 എത്രയാ, 5:7 റേഷ്യോ എന്ന് ഇടും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ആ എക്സിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈയുടെ ഏജ് കിട്ടും അല്ലേ. പ്രസന്റ് ഏജ് ഓഫ് 5 എത്രയാണ്, 4x, 4 × എക്സിന്റെ വാല്യൂ 10 ഇട്ട് കൊടുത്ത് 40 എന്ന് കിട്ടും. എത്ര ടൈം എടുക്കും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ? ഞാൻ പറഞ്ഞ ഒന്നിക്കുള്ളിൽ മിനിറ്റ് അല്ലേ, നിങ്ങൾക്ക് ഒന്നിക്കുള്ളിൽ മിനിറ്റ് എടുക്കും ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ. നിങ്ങളെ കൊണ്ട് ഞാൻ വെറും 5 സെക്കൻഡ് കൊണ്ട് ഏൽപ്പിക്കട്ടെ, മാക്സിമം പോയ 10 സെക്കൻഡ് എടുക്കുകയുള്ളൂ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ. അതിന് നിങ്ങൾ എന്താണ്, നിങ്ങൾ ഓരോ കോൺസെപ്റ്റിൽ അറിഞ്ഞിരിക്കണം. മാത്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, കാണാപ്പഴം പഠിക്കേണ്ടതല്ല, ഇക്വേഷൻ ബേസിൽ പഠിക്കേണ്ടതല്ല, നമ്മൾ അറിഞ്ഞ് പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ് മാത്സ്. എൻ്റെ കുട്ടികളെ ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നത് എന്താണ്, നമ്മൾ മാത്സ് അറിഞ്ഞ് എന്താണ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിഞ്ഞ് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷനിലൂടെ പെന്ന് ഉപയോഗിക്കാതെ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ സെയിം ഞാൻ എടുത്ത് വെക്കണേ. ഞാൻ ഓപ്ഷൻസ് ഒന്നുകൂടി ഇവിടെ എഴുതി വെക്കാം കേട്ടോ. 50, 30, 50, 60, 30, 40. ഇവിടെ നോക്കാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പ്രസന്റ് ഏജ് ഓഫ് വൈയുടെ ഏജാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രസന്റ് ഏജ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് വെച്ചാൽ വൈ 4 എന്നിട്ടുണ്ട്, 3:4 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ വൈ എന്തായിരിക്കും, വൈയുടെ പെർസെൻറ്റേജ് 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ നോക്കുക, 50 4ന്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല, ദെർഫോർ ഓപ്ഷൻ എ അല്ല. 60 4ന്റെ മൾട്ടിപ്പിൾ ആ, ദെർഫോർ വരാം. 30 4ന്റെ മൾട്ടിപ്പിൾ അല്ല, ദെർഫോർ എന്താണ്, ഓപ്ഷൻ സി അല്ല. 40 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പൊ എന്താണ്, ഓപ്ഷൻ ഡിയും വരാം. അപ്പൊ ബിയും ഡിയോ അതിൽ ഒരെണ്ണം ആവശ്യം. നമ്മളിപ്പോൾ ഇവിടം വരെ വായിച്ചപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 2 ഓപ്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത സെന്റൻസ് നോക്കിയാൽ 5 വർഷം മുമ്പ് റേഷ്യോ ഓഫ് ഏജ് ഓഫ് എന്താണ്, എക്സും വൈയുടെ റേഷ്യോ എത്രയാണ്, 5:7. അപ്പൊ വൈ ഇത് 5xന്റെ 7 ആണ് ഏത്, വൈയുടെ. എന്ന് വെച്ചാൽ 5 വർഷത്തിന് മുമ്പ് 7ന്റെ എന്താണ്, 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഏത്, എക്സിന്റെ വൈയുടെ ഏജ് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രസന്റ് ഏജ് ആണ് 60. ഇവിടെ 5 വർഷം മുമ്പ് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഇതിൽ നിന്ന് 5 കുറക്കുക, 60 നിന്ന് 5 കുറച്ചാൽ എന്താണ്, 55. 55 7ന്റെ മൾട്ടിപ്പിൾ ആണോന്നും ചെക്ക് ചെയ്ത് നോക്കിയേ. 7ന്റെ മൾട്ടിപ്പിൾ ആണോ 55? അല്ല, ദെർഫോർ ഓപ്ഷൻ ബി വരത്തില്ല. ഇനി 40 നിന്ന് 5 കുറച്ചാൽ എത്രയാണ്, 35. 35 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ, നമുക്കറിയാം അല്ലെ, 7 × 5 ആണ് 35. ദെർഫോർ നമ്പർ ആൻസർ ഓപ്ഷൻ ഡി 40 ആണ്. ഓക്കെ, ഇത്രയാണ്. ഇത്രയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് ടൈം എടുക്കണം. നമുക്ക് അറിഞ്ഞ് പഠിച്ചാൽ എന്താ, നമുക്ക് ഈ പെന്നങ്ങ് ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ 4ന്റെ മൾട്ടിപ്പിൾ നോക്കും, അപ്പോൾ എത്ര, എയും സിയും അല്ലെന്ന് മനസ്സിലാക്കും. അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ നോക്കും, അപ്പോൾ എന്താണ്, 5 കുറച്ചിട്ട്, അപ്പോൾ നമുക്ക് ബി ആൻസർ ചെയ്യാം. ഡയറക്റ്റ് ഡിയിലേക്ക് എത്തും. 10 സെക്കൻഡ്, മാക്സിമം 10 സെക്കൻഡ് അതിൻ്റെ ആൻസർ കണ്ടെത്താം. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ഞങ്ങൾ റോംബസിൽ ഓരോ ക്ലാസ്സുകളും നിങ്ങളെ ഞാൻ എടുക്കുന്നത്. ഈ ബാച്ചിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലാക്കിയിരിക്കും. അത് ഞാൻ തരുന്നത് ഉറപ്പാണ്. നിങ്ങളെ ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങളെ ജയിപ്പിച്ചിരിക്കും. റിട്ടൺ എക്സാം ഞങ്ങൾ എന്തായിരിക്കും, തീർച്ചയായിട്ടും ജയിപ്പിക്കുന്നതായിരിക്കും. ഈ ബാച്ച് ജോയിൻ ചെയ്യണം, എല്ലാവരും ജയിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങളിപ്പോൾ വിചാരിക്കണം, നമുക്ക് അഡ്വാൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, മെൻഷുറേഷൻ, ജോമെട്രി, ട്രിഗണോമെട്രി ഒക്കെ, അതൊക്കെ ഈ ഓപ്ഷൻ എലിമിനേഷൻ പോയി ചെയ്യാൻ സാധിക്കുമോ? ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. നമുക്ക് നോക്കാം. കഴിഞ്ഞ RPF തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കേട്ടോ. ഫൈൻഡ് ദി വോളിയം ഓഫ് സിലിണ്ടർ whose റേഡിയസ് ഈസ് എത്രയാണ്, 1/3 ഓഫ് റേഡിയസ് ഓഫ് സർക്കിൾ വിത്ത് ആൻ ഏരിയ എത്രയാണ്, 1386 cm². ഹൈറ്റ് ഈസ് ടോയ്സ് ഓഫ് എന്താണ്, ഇറ്റ്സ് റേഡിയസ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, മെൻഷുറേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ RPF കോൺസ്റ്റബിൾ ചോദിച്ചതാണ്, 2019 ചോദിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെയാണ് അത് കൺവെൻഷനിൽ വേന്ന് നോക്കാം. കൺവെൻഷൻ പറഞ്ഞു വെച്ചാണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഏരിയ ഓഫ് സിലിണ്ടറാണ്. പക്ഷെ ഇവിടെ തന്നേക്കുന്നത് എന്താണ്, നമുക്ക് ഹൂസ് റേഡിയസ് എന്താ, 1/3 ഓഫ് റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ സർക്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പോൾ എന്താ നമുക്ക് ഇത് മനസ്സിലാക്കാം. ഫസ്റ്റ് നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ πr² ആണെന്നറിയാം. അപ്പോൾ അത് തന്നിട്ടുണ്ട് എത്രയാ, 1386.
അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്ക് 6ന്റെ വാല്യൂ കിട്ടും. 6ന്റെ വാല്യൂ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. 6ന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നുണ്ട്, 6ന്റെ വാല്യൂ കണ്ടുപിടിച്ച് നമുക്കിവിടെ റേഡിയസ് ഓഫ് സിലിണ്ടർ എന്താണ് കണ്ടിട്ടുണ്ട് 1/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്, അതിൻ്റെ 1/3 എടുക്കണം. പിന്നെ ഇതിന് ശേഷം ഹൈറ്റ് എത്രയാണ്, 2 ഇരട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്, 7 × 2 എടുക്കുക, ഹൈറ്റ് കിട്ടും. പിന്നെ വോളിയം ഓഫ് സിലിണ്ടറിൽ πr²h, അതിൽ നമുക്ക് 6ന്റെ hന്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. 2 മിനിറ്റ് കൂടുതലെടുക്കും. ചില വിദ്യാർത്ഥികൾക്ക് 3 മിനിറ്റ് എടുക്കാം, ചിലർക്ക് 4 മിനിറ്റ് എടുക്കാം. ഇത്തരം സ്റ്റെപ്പേജ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് എടുത്തുന്നിരിക്കാം. ഇത് ഇങ്ങനെ 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല, നിങ്ങൾ എക്സാം ഫെയിലായി പോകും. നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ സ്റ്റെപ്സ് ഒന്നും ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തേക്കാം കേട്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തേക്കാണ്. ഇവിടെ ഞാൻ ആ ഓപ്ഷൻസ് ഒന്നുകൂടി എഴുതിയൊക്കെയാണ്. ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞല്ലോ നമുക്കറിയാം വോളിയം ഓഫ് സിലിണ്ടറാ. സിലിണ്ടറിന്റെ വോളിയം എന്ന് വെച്ചാൽ എന്താണ്, πr²h. πr²h ആണ്. ഓക്കെ, മനസ്സിലാത്തവരും ശ്രദ്ധിക്കുക. പൈയുടെ വാല്യൂ എന്താ, പൈയുടെ വാല്യൂ എന്ന് വെച്ചാൽ 22 എന്താണ് 7 ആണ്. 22 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 11 എഴുതാം /7. അതായത് നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും എന്തായിരിക്കും, 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മുടെ ആൻസർ എന്തായിരിക്കും, 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ പൈ ഉള്ളതുകൊണ്ട് എന്താണ് 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മളങ്ങനെ 11ന്റെ മൾട്ടിപ്പിൾ ആണ് ചെക്ക് ചെയ്യണത്. ഓഡ് പ്ലേസിലെ സമ്മും അതുപോലെ ഈവൻ പ്ലേസിലെ ഡിജിറ്റിന്റെ സമ്മും കൂടെ ഡിഫറൻസ് നോക്കും. അത് 0 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും, 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ നോക്കാം, 6 + 2 8, 4 + 3 7, 8 - 7 എത്രയാ, 1 ആണ്. ദെയർഫോർ എന്താണ്, അത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. 11ന്റെ മൾട്ടിപ്പിൾ ആണ് 0 അല്ലെങ്കിൽ 11 വരണം അല്ല. ഇവിടെ നോക്കാം, വീണ്ടും 2 + 5 എത്രയാ, 7, 3 + 6 9, 9 - 7 2 ആണ്. ദെയർഫോർ എന്താണ്, ഇതും 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ 6 + 1 7, 2 + 5 7, 7 - 7 0. 0 വന്നാൽ 11ന്റെ മൾട്ടിപ്പിൾ. ദെയർഫോർ എന്താ, ഓപ്ഷൻ സി വരാം. ഇനി അടുത്ത് നോക്കിയേ, 4 + 5 9, 8 + 2 10, 10 - 9 എത്രയാ, 1 ആണ്. ദെയർഫോർ എന്താണ്, ഇതും വരത്തില്ല. ഒരു ഓപ്ഷൻ മാത്രം 11ന്റെ മൾട്ടിപ്പിൾ ഉള്ളു. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി എത്രയാണ്, 2156. നമ്മൾ ഒരു ഇക്വേഷനും പഠിച്ചില്ല, നമ്മൾ ഒരു കാൽക്കുലേഷനും ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു, ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു ഏതാണ് ആൻസർ എന്നുള്ളത്. എങ്ങനെയാ, നമ്മൾ മൾട്ടിപ്ലൈ ആകാൻ നോക്കി ആൻസർ കണ്ടെത്തി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ പഠിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ റോംബസ് ക്ലാസ്സിൽ എടുക്കുന്നത്. നിങ്ങൾ മറ്റ് പല പ്ലാറ്റ്ഫോമുകൾ നോക്കിയോ, നിങ്ങൾ ബുക്കുകൾ നോക്കിയോ, ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ എല്ലായിടത്തും എന്തായിരിക്കും ഞാൻ ആദ്യം കാണിച്ച മെത്തേഡായിരിക്കും പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും എക്സാംസ് ക്രാക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻ എലിമിനേഷൻ അടുത്ത പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ എന്തായി ബാച്ച് കൊടുക്കണം നോക്കാം. മോക്ക് ടെസ്റ്റ് എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്യോഗത്തിൽ ഒരിക്കലും ജയിക്കത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് മോക്ക് ടെസ്റ്റ് നമ്മൾ എന്തുണ്ട്, സബ്ജക്ട് വൈസ് ഉണ്ട്, ടോപ്പിക് വൈസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളുണ്ട്. അത് ഈ 100 ഡേയ്സിൽ നിങ്ങൾ 100ൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകണം. ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്തതിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ആദ്യമേ നമ്മൾ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്തു, പിന്നെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മോക്ക് ടെസ്റ്റുകൾ എഴുതി. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീക്ക് ഏരിയാസും അതുപോലെ സ്ട്രോങ് ഏരിയാസും ഇവിടെയാണെന്ന്. ഓരോ എക്സാമും എഴുതുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ടാവാം, മാർക്ക് കുറയുന്ന സ്ഥലങ്ങളുണ്ടാവാം. അപ്പോൾ അവിടെയാണ് നമുക്ക് ആരെ ആവശ്യം വരുന്നത്, ഒരു മെന്ററിന്റെ ആവശ്യം വരുന്നത്. എന്താണ്, പേഴ്സണൽ ഒരു മെന്റർ, ഒരു ടീച്ചർ നിങ്ങളുടെ കൂടെ ഈ 100 ദിവസം ഉണ്ടാവും, ടീച്ചർ നിങ്ങളുടെ ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ വീക്ക് ഏരിയാസ് മനസ്സിലാക്കിയിട്ട് ആ മോക്ക് ടെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അത് ഇമ്പ്രൂവ് ചെയ്യും. ആ വീക്ക് ഏരിയ ഇമ്പ്രൂവ് ചെയ്യാതെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ കഴിഞ്ഞ എക്സാമുകൾ നിങ്ങൾ തോറ്റ പോലെ എന്താവും, ഈ എക്സാം തോക്കും. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളെ വീക്ക് ഏരിയ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്ട്രോങ് ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അപ്പോൾ അത് നിങ്ങളുടെ വീക്ക് ഏരിയാസ് നോക്കി. ഇനി അതിനുശേഷം പല വിദ്യാർത്ഥികൾക്കും പല ഡിഫറൻ്റ് ആയി അല്ലേ. ചിലർക്ക് എന്താ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിലുണ്ടാകാം അല്ലെ, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ബുദ്ധിമുട്ട് എന്താണ്, എങ്ങനെ പഠിക്കണം എന്ന ഒരു ഇതുണ്ടാവില്ല. സ്റ്റഡി
പ്ലാൻ ഉണ്ടാകത്തില്ല, ടൈം ടേബിൾ ഒന്നും അവർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഇവരെന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ടൈം ടേബിൾ സെറ്റ് തരും. നിങ്ങളുടെ കാര്യങ്ങൾ പറയാം, നിങ്ങളിപ്പോൾ ഒരു ഹൗസ് വൈഫ് ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താണ് ജോലി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ പറഞ്ഞാൽ അതനുസരിച്ച് ടൈം സെറ്റ് ചെയ്യുന്ന. ഞാൻ പറഞ്ഞല്ലോ 4 മണിക്കൂർ പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കത്തില്ല. കാരണം അങ്ങനത്തെ ടൈം ഉണ്ടെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സിലുണ്ടാവും, മോക്ക് ടെസ്റ്റിലുണ്ടാവും, പിന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ ടൈം ടേബിൾ സെറ്റ് തരും. പിന്നെ അടുത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം അറിയോ, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകില്ല. ഈ 100 ദിവസം നിങ്ങൾ 4 മണിക്കൂർ പഠിച്ചാൽ മാത്രമേ ആയിക്കുള്ളൂ. സാധാരണ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച പ്രശ്നം എന്ന് വെച്ചാൽ നേരിടുന്ന പ്രശ്നം ഒരു 2 ആഴ്ചയൊക്കെ നല്ലപോലെ പഠിക്കും, പിന്നെ ഒരാഴ്ച ഒഴിവാക്കും അല്ലെ, വീണ്ടും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി പോയി അല്ലെ, നിങ്ങളൊരു ഫ്ലോ പോയി. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് നേരത്തെ എക്സാം എഴുതിയപ്പോൾ അങ്ങനെയല്ലേ, നിങ്ങൾ ആദ്യത്തെ ഒരു ആവേശം നിങ്ങൾ എന്താകത്തില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറഞ്ഞു വരും അല്ലെ. പഠിക്കാനുള്ള താല്പര്യം നമുക്ക് മടി എന്ന സാധനം വരും നമുക്ക് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ. ആഗ്രഹമുണ്ട് പക്ഷേ മടിയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പേഴ്സണൽ മെന്റർ, ആ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ടീച്ചർ നിങ്ങളെ റെഗുലറായിട്ടൊരു എന്താണ് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തരും. ഡെയിലി നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ആ സമയത്ത് പഠിക്കുന്നുണ്ടോ, ആ സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഇവിടെ ഈ ബാച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ ബാച്ചിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ലൈവ് ക്ലാസ്സിലൊക്കെ ആക്സസ് ചെയ്യാൻ തരത്തുള്ളൂ. അപ്പോൾ പഠിക്കാൻ തയ്യാറായവർ മാത്രം ഈ ബാച്ച് ജോയിൻ ചെയ്യുക കേട്ടോ. 4 മണിക്കൂർ പഠിക്കാൻ ടൈമുള്ളവർ, എങ്കിൽ നിങ്ങളുടെ ലൈഫ് ഞങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കും. 4 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ റെയിൽവേയുടെ ഈ RPF-ന്റെ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പേഴ്സണൽ മെന്റർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ച് നോക്കാം. RPF-ന്റെ 100 days ക്രാഷ് കോഴ്സാണ്. അപ്പോൾ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ നമ്പറായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്, അതായത് മെയ് 10-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഈ ബാച്ച് ഞങ്ങളൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടോ, ഞാൻ RPF-ന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു ബാച്ചാണ് ഈ ബാച്ച് എന്ന് പറഞ്ഞാൽ. ഈ ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ എന്തായിരിക്കും, റാങ്ക് ലിസ്റ്റിലാക്കുന്നതായിരിക്കും. റിട്ടൺ എക്സാം ഞങ്ങൾ പാസ്സാക്കുന്നതായിരിക്കും. പിന്നെ ഫിസിക്കലാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അത് പാസ്സാകാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരും മക്കളെ, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു, നിങ്ങളുടെ എക്സാം പാസ്സാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായും ഈ നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. ലിമിറ്റഡ് സീറ്റ്സുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പഠിക്കാൻ ടൈം ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാറി നിൽക്കുക. കാരണം ഞങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്, ഒരു കുട്ടിയുടെ അവസരം നിങ്ങൾ കളയരുത്. കാരണം ലിമിറ്റഡ് സീരീസ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, RPF എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഓക്കെ, ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല താഴെ അല്ലെങ്കിൽ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മുടെ മുന്നിലുള്ള വെറും 3-4 മാസങ്ങളിൽ അത് നല്ലപോലെ വിനിയോഗിക്കുക. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Download the Rhombus Learning app